സർ, ജനവികാരം മൊത്തം വി ഡി സതീശന് അനുകൂലമാണ്. നമ്മൾ കേരളം അങ്ങോളം ഇങ്ങോളം ഒരുപാട് നമ്മൾ കാണുന്നത് വി ഡി സതീശൻ അനുകൂലികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനാണ് പിന്തുണ. അതോടൊപ്പം തന്നെ MLA-മാർ ഭൂരിപക്ഷം പേരും കെ സി വേണുഗോപാലിന് തന്നെയാണ് പിന്തുണ. ഇനി ഒരുപക്ഷെ വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ എന്താകും കോൺഗ്രസിന്റെ അവസ്ഥ? അല്ല, എന്താവും അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാർട്ടികളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല. നമുക്ക് രണ്ടു തരത്തിൽ അതിനെ കാണാം. ഒന്ന്, കഴിഞ്ഞ 5 വർഷമായി LDF-നെതിരായി, പിണറായി വിജയനെതിരായി അതിശക്തമായ സമരം നയിച്ച ആളാണ് സതീശൻ. സതീശൻ അധികാരം ഏൽക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുന്ന കാലത്ത് കോൺഗ്രസിന്റെ അവസ്ഥ മഹാമോശമായി. പ്രകടമായിട്ട് എന്തെങ്കിലും സമരം അദ്ദേഹം നടത്തിയതായിട്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് LDF-നെതിരെ പ്രകടം എന്ന് പറഞ്ഞ സമരം എന്ന് പറഞ്ഞാൽ എപ്പോഴും തെരുവിലായിക്കൊള്ളുന്നില്ല. നിയമസഭയ്ക്കകത്ത് നിരന്തരമായി ഭരണപക്ഷത്തു നിന്ന് ആക്രമിക്കപ്പെട്ടിരുന്ന ആളാരാ? സതീശനാണ്. നുണേശൻ, ഇത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം സതീശനെതിരെ ആക്രമണമാണ്. സതീശന്റെ മാത്രമല്ല, സതീശന്റെ ഇലക്ഷൻ ടാക്ടിക്സ് നമ്മൾ പറഞ്ഞതാണ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ, അവസാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ കടുത്ത നിലപാടുകൾ പലതും വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം, അതുപോലെയുള്ള അൻവർ, അതുപോലുള്ള വിഷയങ്ങളിൽ അതിൽ ആ ഉറച്ച നിലപാട് സതീശന് ജനങ്ങളിൽ നല്ല വിശ്വാസ്യത നേടിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം മാത്രമല്ല. കോൺഗ്രസിൽ ഏതെങ്കിലും ഗ്രൂപ്പ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. ഞാൻ കോൺഗ്രസ്സുകാരനും ഇല്ല, കോൺഗ്രസിൽ ഗ്രൂപ്പിലും ഇല്ല. എനിക്ക് കോൺഗ്രസ്സുകാരനായി ഞാൻ ഒരിക്കലും ഇരുന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം ആയിരുന്നിട്ടും എന്തുകൊണ്ടായിരിക്കും MLA-മാർ ഇങ്ങനെ ഒരു അല്ല, അത് പറയാം, അതിലേക്ക് പറയാം. MLA-മാരെ നിശ്ചയിച്ചത്, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ജനാധിപത്യപരമായി അല്ലല്ലോ, ഹൈക്കമാൻഡ് അല്ലേ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും സ്വാധീനമുള്ളത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാണ് പല സീറ്റുകളും പോയത്. പിന്നെ ഒരു വിരുദ്ധ തരംഗം ഉണ്ടാവുകയും ഒരു ആന്റി പിണറായി വേവ് വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ജയിച്ചത്. അല്ലെങ്കിൽ പലരും ജയിക്കില്ല. അത് മാത്രമല്ല, അതിനു മുമ്പ് വർക്ക് നടത്തിയ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ ഇലക്ഷനുകളിലും, ലോക്സഭാ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം വളരെ പ്ലാൻ ചെയ്ത് കേരളത്തിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി, ഒരു ആന്റി ഗവൺമെന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. അതിലാണ് ഇവർ ജയിച്ചു പോയത്. ഒരു വേവ് വന്നു, അവർ ജയിച്ചു പോയി. അതൊന്ന്. രണ്ടാമത്, ഈ MLA-മാരെ ജനാധിപത്യപരമായി കോൺഗ്രസ്സുകാരല്ലോ തെരഞ്ഞെടുത്തത്. അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ജനങ്ങൾ തെരഞ്ഞെടുത്തെങ്കിലും അവരെ അവിടേക്ക് നിയോഗിച്ചത് ഹൈക്കമാൻഡാണ്. അതിൽ കെ സി അന്യായമായ സ്വാധീനം ചെലുത്തി എന്നുള്ള പരാതി മുമ്പ് തന്നെ ഉണ്ടായിരുന്നു പല സീറ്റുകളിൽ. ഇപ്പൊ നമുക്കറിയാം, കൊച്ചി സീറ്റിലേക്ക് ദീപ്തി മേരി വർഗീസിനെ വേണം എന്നൊരു കൂട്ടര് വാശി പിടിച്ചു. അത് കെ സിയുടെ താല്പര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ കെ സി വന്നാലും സതീശൻ വന്നാലും RC വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് 3 പേര് യോഗ്യരല്ലാത്തൊന്നും അല്ല. അവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ഡി സതീശനാണ് ജനങ്ങളുടെ പിന്തുണ എന്നുള്ളത് സത്യമാണ്. കെ സി ഇവിടെ വന്ന് അങ്ങനെ വലിയൊരു ഫൈറ്റ് ഒന്നും നടത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല ഫൈറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു കുന്തമുന ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ടീം UDF ക്യാപ്റ്റൻ സതീശനായിരുന്നു. അതുകൊണ്ടാണ് സതീശൻ ഇപ്പോ ഈ ആന്റി ഗവൺമെന്റ് വികാരത്തിന്റെ മുഖമായി സതീശൻ വന്നു. മുമ്പ് VS അങ്ങനെ വന്നിരുന്നു, നമുക്ക് ഓർക്കാം. VS-ന് സീറ്റ് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം മുഴുവൻ വലിയ പ്രകടനം നടക്കുകയും അവസാനം CPM പോലെ ഒരു പാർട്ടിക്ക് പോലും VS സീറ്റ് കൊടുക്കേണ്ടി വന്നു, മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അല്ല, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെയും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെയും കർണാടകയിലെയും പോലെ സമാനമല്ലേ? അല്ല, അങ്ങനെയല്ല. കേരളത്തിലെ അവസ്ഥ മധ്യപ്രദേശ്, രാജസ്ഥാൻ അല്ല, അതെല്ലാം മുമ്പ് നമ്മൾ ഇപ്പൊ കമൽനാഥ് മുഖ്യമന്ത്രിയായിരുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ തഴയപ്പെട്ടു, അതോടൊപ്പം തന്നെ സച്ചിൻ പൈലറ്റ് തഴയപ്പെട്ടു, തീർച്ചയായും DK ശിവകുമാർ തഴയപ്പെട്ടു. അതൊക്കെ ഇവിടെ ഓർക്കേണ്ടതാണ്. തീർച്ചയായും ഞാനതൊക്കെ ഓർക്കുന്നു. ഞാൻ പറഞ്ഞത്, ഹൈക്കമാൻഡ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം അളക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഈ MLA-മാർ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്തതെന്ന് നോക്കിയാൽ ഞാൻ വിചാരിക്കേണ്ട അവര് സതീശനും ഒരുപാട് പേര് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർ ജയിച്ചത് സതീശന്റെ ഒരു ബലത്തിലും കൂടിയാണ്, സതീശന്റെ ആന്റി ഗവൺമെന്റ് മൂവ് കൊണ്ടാണ്. കെ സി വേണുഗോപാൽ ഇതുവരെ അങ്ങനെ വളരെ ശക്തമായ ഒരു കാര്യമായിട്ട് വന്നിട്ടില്ല, അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല. അദ്ദേഹം ഹൈക്കമാൻഡാണ്. രണ്ടാമത്തെ പ്രശ്നം, കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ ഭാഗമായിരുന്നുകൊണ്ട് MP-മാർ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞ ഒരാളാണ് അല്ലേ? മത്സരിക്കേണ്ടത്. സുധാകരനും MK രാഘവനും പലരും, കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ മത്സരിക്കാൻ തയ്യാറായി. പക്ഷെ കടുത്തൊരു നിലപാട്, നല്ല നിലപാടാണ്. കാരണം MP-മാർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ വരും, അതിന്റെ പ്രശ്നങ്ങൾ.
അതുകൊണ്ട് അതിന്റെ തന്നെ ഒരു ലംഘനമാണ് കേസ് ഇപ്പൊ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ 2 മാസം മുമ്പ് പറഞ്ഞ കാര്യം നമ്മൾ തന്നെ ലംഘിക്കാൻ പാടില്ല. ഇനിയിപ്പോ ബാക്കി എംപിമാര് വന്നാലോ, ബാക്കി എംപിമാര് ഞങ്ങൾക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞു വന്നാലോ ഒന്നും. ഇനി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെയാണ് ഈ കേസി വന്നാൽ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കരുതുന്നു കേസി വരില്ല. അതിന് കാരണം ഇതാണ്, 2 തെരഞ്ഞെടുപ്പ് വേണം. ഒന്ന്, അസംബ്ലിയിലേക്ക് കേസിക്ക് ഒരു സീറ്റ് വേണം. ആലപ്പുഴയിൽ നിന്ന് കേസി ഒഴിയുന്ന സീറ്റ് BJP ജയിച്ചു കയറാനും സാധ്യത. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക? ഈ ജനവികാരം നിൽക്കുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് കേസിക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജനവികാരം എഗൻസ്റ്റ് ആവും. ഇത് ജനവികാരം ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമൊക്കെ വേറെയാണ്. പക്ഷെ ജനവികാരം എഗൻസ്റ്റ് ആവും. അത് വലിയ കടമ്പയാവും. പരാജയപ്പെടാനും ചാൻസ് ഉണ്ട്. പരാജയപ്പെട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു തന്നെ വയ്ക്കുക വാദത്തിന് വേണ്ടി. എന്നാൽ പോലും അത് കേസിക്ക് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ ആകെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ് CPM. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഈ തരിപ്പണമായി കിടക്കുകയാണ്. ഇനി തകരാൻ ബാക്കിയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ CPM-ന് ഒരു പുതുജീവനായിരിക്കും. ഒരു സീറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ വലിയൊരു മത്സരം നടത്താനോ പഴയതൊക്കെ മറക്കാനോ കിട്ടുന്ന ഒരു ചാൻസാണ്. ഇപ്പൊ ഒരു 3 കൊല്ലത്തിങ്ങനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. ആ 3 കൊല്ലം കൊണ്ട് കേരളത്തിലെ പല കാര്യങ്ങളും മാറാം. നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ ഇവർക്ക് തന്നെ വരാം. കേന്ദ്രത്തിൽ എങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പൊ അതൊക്കെ ഉണ്ട്. നേരെ മറിച്ച് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് എന്ന് വെക്കില്ല. നാട്ടുകാർ കാശ് മുടക്കിയിട്ട് അനാവശ്യമായ തെരഞ്ഞെടുപ്പ്. ഇവിടെ ആളില്ലാണ്ടല്ലോ. അതിന് കാരണക്കാരൻ കേസിയാണ്. അപ്പൊ അത് വരും. ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ CPM തകർന്നുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തി വീണ്ടും ഒന്ന് പരീക്ഷിക്കാനുള്ള അവസരം. ആ പരീക്ഷണം ഒരുപക്ഷെ വിജയിക്കായിരിക്കും. നാളെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയായി നോക്കിയാൽ കേന്ദ്രമന്ത്രി അവർക്ക് ആക്കാലോ. കേന്ദ്രമന്ത്രിയായി വന്നാണ് മത്സരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രഭ വേറെയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ BJP ജയിക്കാനുള്ള ഒരു സാധ്യത, ജയിക്കില്ലെങ്കിൽ ഒരുപക്ഷെ ജയിച്ചേക്കാം. കാരണം രണ്ടുപേരോടും ദേഷ്യമുണ്ട്. CPM ആകെ തകർന്നു കിടക്കുകയാണ്, കോൺഗ്രസ് ഈ ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ടാണ് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവാം. ഇപ്പൊ തന്നെ ആ ഷിഫ്റ്റിന് കാത്തിരിക്കുകയാണ് ആളുകൾ. പ്രത്യേകിച്ച് ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലൊക്കെ സുധാകരൻ ഇഫക്റ്റും മറ്റിഫക്റ്റും CPM-ലെ തർക്കങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ വോട്ട് വേണമെങ്കിൽ എൻ ബ്ലോക്ക് ആയിട്ട് BJPക്ക് പോകാം. അതോടൊപ്പം തന്നെ ഒരു KC വേണുഗോപാൽ വിരുദ്ധ ഫാക്ടറും അതാണ് BJP ആഗ്രഹിക്കുന്നത്, CPM ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ഒരു വലിയ വിഭാഗം UDF-കാരും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ CPM-ന് വീണ്ടും ഒരു ജന്മം കൊടുക്കുക, BJPക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുക, അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വയം മാറാൻ KC വേണുഗോപാൽ തയ്യാറാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ അല്ല, അണികൾ തയ്യാറായോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. അണികളെ സന്തോഷിപ്പിക്കൽ മാത്രമല്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് വെക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ വരുന്നതിനും ഒക്കെ എതിരാ. അതൊന്നും അല്ല അതിന്റെ കാര്യം. വളരെ യുക്തിപൂർവമായി 3 നേതാക്കന്മാരുണ്ട്. ഈ 3 നേതാക്കന്മാരിൽ ആരെ സ്വീകരിച്ചാൽ കോൺഗ്രസിന് UDF-ന് കേരളത്തിൽ ബെറ്റർ ആണ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇപ്പൊ എന്റെ മുമ്പിലുള്ളത് സതീശനെ സ്വീകരിച്ചാൽ എന്നാണ്. അത്രേ ഉള്ളൂ. നാളെ രമേശ് ചെന്നിത്തല ഒന്നും നല്ല ഭരണം കാഴ്ചവെക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെന്നിത്തല പറയുന്നത് സീനിയോറിറ്റി വൈസ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാം. അല്ല, ഞാനെന്താ പറഞ്ഞു സീനിയോറിറ്റി? ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോ മാനദണ്ഡ. എനിക്ക് CPM ചെയ്തൊരു കാര്യം അറിയില്ല. മുമ്പ് രാജസ്ഥാനിലും ഇതേ മാനദണ്ഡമായിരുന്നു. മധ്യപ്രദേശിലും ഇത് തന്നെയാണ് നോക്കിയത്. അതാ ഞാൻ അവസാനം അവിടെ പാർട്ടി തകർന്നടിയാണ്. CPM കേരളത്തിൽ ചെയ്തൊരു കാര്യമുണ്ട്. 2 വർഷം കഴിഞ്ഞ തവണ പറഞ്ഞു, 2 തവണ കഴിഞ്ഞൊരു വേണ്ടാന്ന്, കുറെ ആളിലേക്ക് ഒഴിവാക്കി. ഇത്തവണ 3 തവണ ജയിച്ചവരെയും വീണ്ടും നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഷംസീറിനെ ഒഴിവാക്കി. കാരണം ഇത്തരം ഈ കൃത്രിമ മാനദണ്ഡങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കണം. ഹൈക്കമാൻഡിന് ആരെയും തീരുമാനിക്കാമോ? നേരത്തെ അർജുൻ ചോദിച്ച ചോദ്യം പ്രസക്ത. എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് വരാതിരുന്നത്? എന്തുകൊണ്ടാണ് മധ്യപ്രദേശിൽ ജ്യോതിരാജ് സിന്ധ്യ വരാതിരുന്നത്? അതിനുശേഷം പാർട്ടി നിലം തൊട്ടില്ല. പിന്നെ തൊട്ടിട്ടില്ല. അപ്പൊ ഇത് പാർട്ടി കേരളത്തിൽ ഒരു സൂചനയാണ്. സൂചന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പാർട്ടി വേറെയാണ്. ഞാൻ അത് പറയുന്നില്ല. കേരളത്തിൽ പാർട്ടി വേറെയാണ്. മറ്റേ ഈ സന്ദർഭങ്ങളൊന്നും ഇവിടെ ബാധകമായിക്കൊള്ളുന്നില്ല. പക്ഷേ അടിയന്തരമായി നേരിടേണ്ട പ്രതിസന്ധികളുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് അനുകൂലിക്കാൻ സാധ്യത കുറവാണ്, അനാവശ്യമാണ് എന്ന് കേരളം മുഴുവൻ പറയും. ഇതേതോ നേതാവിന്റെ താല്പര്യം കൊണ്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യമൊന്നും ജനങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ഈ ഗ്രൂപ്പാണോ ഈ ഗ്രൂപ്പാണോ നായരാണോ ക്രിസ്ത്യാനിയാണോ നമ്പൂരിയാണോ എന്നൊന്നും വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, കേരളം മുമ്പോട്ട് പോകണം. അതിനൊരു വിഷനുള്ള നേതാവാണ് സതീശൻ എന്ന്
വലിയൊരു വിഭാഗം, നിഷ്പക്ഷ വിഭാഗം, കോൺഗ്രസ്സുകാരൊന്നുമല്ല ഞാൻ പറയാം, പ്രത്യേകിച്ച് യൂത്ത് വിചാരിക്കുന്നുണ്ട്. അത് തള്ളിക്കളയാതിരിക്കുകയാണ് ബുദ്ധി. ഇനിയിപ്പോ 3 പേരും കഴിഞ്ഞ് 4മതൊരു സ്ഥാനാർത്ഥി വരുന്നും കേൾക്കാനുണ്ട്, അതും അറിയില്ല. അങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ട്, നമുക്കതറിയില്ല. ഈ 3 പേര് തൽക്കാലം അവിടെ നിൽക്കട്ടെ, 4മതൊരാൾക്ക് കൊടുത്ത് മുമ്പോട്ട് പോകാൻ അങ്ങനെ ഉണ്ടെങ്കിലും വന്നേക്കാം. അതും ചിലപ്പോൾ ചില സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞ് ചില സ്ഥലത്ത് അങ്ങനെ മത്സരം വരുമ്പോ അങ്ങനെ ഒന്നും കൂടായികയുമില്ല. പക്ഷെ അതല്ല എന്റെ രീതി എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം ഇവിടെ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. ജനങ്ങൾ എല്ലാ കാര്യം നോക്കി നിൽക്കുക. ഇപ്പൊ എത്ര PR വർക്ക് നടത്തിയിട്ടും എന്താ LDF പൊളിഞ്ഞു പോയത്? എത്ര ചാനൽ പിടിച്ചിട്ട്? ഞാൻ ഒരു കാര്യം കൂടി ഇതിലൂടെ പറയാം. നമ്മുടെ ചാനലുകൾ, മുഖ്യധാര ചാനലുകൾ യൂസ്ലെസ് ആയി പോയതിന്റെ ഒരു കാലം അത്. ഞാൻ എപ്പോഴും പറയുന്നു, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഇപ്പൊ ചർച്ചയ്ക്ക് പോലും പോകാറില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഒരു ഇഫക്റ്റും ഇല്ല. അവരൊന്നുകിൽ ഏതെങ്കിലും ഒരാളുടെ കാശ് മേടിച്ചോ അല്ലെങ്കിൽ പക്ഷം പിടിച്ചോ നിൽക്കും, അല്ലെങ്കിൽ അതിനെയൊക്കെ ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ റിപ്പോർട്ടർ പോലെയുള്ള ഒരു ചാനൽ എന്തായിരുന്നു ഇലക്ഷൻ കാലത്ത് പറഞ്ഞിരുന്നത്? CPM വേണ്ടി വാദിച്ചു തകർന്നുപോയി. സി മലയാളം, അങ്ങനെ പലരും. അതുപോലെ ഇപ്പൊ ഏഷ്യാനെറ്റ് ബാലൻസ് ചെയ്ത് നിന്നു, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഏഷ്യാനെറ്റ് ബാലൻസ് ചെയ്തു, 24 കുറച്ചൊക്കെ ബാലൻസ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നിട്ട് പോലും കേരളത്തിൽ അതിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. ചാനലുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടെ സർവേ മുഴുവൻ പൊളിഞ്ഞ് വളീസായി പോയില്ലേ? എല്ലാ ചാനലുകളിലെ സർവേ പോയില്ലേ? ഏത് ചാനൽ നടത്തിയിട്ടാ വിജയിച്ച്? അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ജനങ്ങളെ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരെ വേണ്ട. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്തരം ഗെയിമുകൾ, ഇപ്പൊ വേറെ ചില ചാനലുകൾക്ക് ഗെയിമുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ അതിന് പേരൊന്നും പറയുന്നില്ല. ഗെയിമുകളിൽ ഏർപ്പെടുക, അത്തരം ഗെയിമുകള് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പൊക്കാൻ, ഒരു നേതാവിനെ പൊക്കാൻ, ഒരാളെ താഴ്ത്താൻ, വേറൊരാളെ താഴ്ത്താൻ എന്ന രൂപത്തിൽ ചെയ്യുന്നതൊക്കെ വലിയ ദുരന്തമാവും. അത് ചാനലുകൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരു സ്വീകാര്യത അവർക്കില്ല. ഇപ്പൊ കേരളത്തിലെ എല്ലാ ചാനലും LDF UDF നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞാലേ ഇവിടെ മാതൃഭൂമി, മനോരമ, 24, ബിഗ് TV എല്ലാവരും നെക്ക് ടു നെക്കാന്ന് പറഞ്ഞേ. മനോരമ മാത്രമാണ് ഒരല്പം വന്നത്. ഏഷ്യാനെറ്റ് പോലും ഏതാണ്ട് നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞതാ. എന്തുണ്ടായി കേരളത്തിൽ? ഇവർക്ക് ചാനലിനെ അറിയില്ല, ഇവര് പറഞ്ഞു കേട്ട് എല്ലാവരും ആരും വോട്ട് ചെയ്യാൻ പോണേ. അതുകൊണ്ട് മിക്കവാറും മത്സരങ്ങള് മണ്ഡലങ്ങളിൽ എടുത്ത് നോക്കൂ. മണ്ഡലങ്ങളിൽ നെക്ക് ടു നെക്ക് എന്ന് പറഞ്ഞിട്ട് 25,000 വോട്ടിനും 30,000 വോട്ടിനും ആള് ജയിച്ചു പോകണം ജയിച്ചൊരാളി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്കൊന്നും അറിയില്ല, ചാനലുകൾക്കൊരു പിണ്ണാക്കും അറിയില്ല. അവര് വെറുതെ ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ അവർ കാശ് മേടിച്ച് പറയാം. ഇത് രണ്ടായാലും ജനങ്ങൾ തിരിച്ചറിയുന്നു. യഥാർത്ഥത്തിൽ സത്യസന്ധമായ റിപ്പോർട്ടിംഗ് എന്നുള്ള ഒരു സംവിധാനം ഇല്ലാതാവുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങൾ അങ്ങോട്ട് തെറ്റിദ്ധരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ജനങ്ങൾ ഇതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കില്ല. അവർ വളരെ വിജിലന്റ് ആണ്. UDFനെ ജയിപ്പിക്കാനുള്ള വോട്ട് UDFനെ തോൽപ്പിക്കാനും അവരുടെ ഉണ്ട്. അത് UDF നേതാക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം.